ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു നാടൻ ഊണ് റെസിപ്പിയാണ്, അല്ലെങ്കിൽ ഒരു ലഞ്ച് കോംബോ എന്നൊക്കെ പറയാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു കോംബോ ഊണാണ്. ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയും, അതുപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക മെഴുക്ക് വരട്ടിയും ഒരു മീൻ വറുത്തതുമാണ്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വെണ്ടക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കാൻ വേണ്ടി 250 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം രണ്ടറ്റവും ഒന്ന് മുറിച്ച് കളയുക. അതിനുശേഷം 4 കട്ട് ചെയ്തിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതിന് പകരം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം നല്ലതുപോലെ കഴുകിയിട്ട് മാത്രം വെണ്ടക്ക അരിഞ്ഞെടുക്കാം. ഒരു വലിയ സവാള എടുക്കാം, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത് മാത്രം മതിയാവും. സവാള നല്ലതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടെടുക്കുക. വളരെ കനം കുറച്ച് മാത്രം സ്ലൈസ് ചെയ്യുക. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഒന്ന് നെടുവേ കീറിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. 2 എണ്ണം ചേർത്തിട്ടുണ്ട്. കൂടെ കുറച്ച് നല്ല കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിലേക്ക് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം കൂടി സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണം എന്ന് നിർബന്ധമില്ല, ചിലരൊന്നും ചേർത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വെണ്ടക്ക കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് വെന്ത് കിട്ടുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെഴുക്ക് വരട്ടിയാണ്. സാധാരണ നമ്മൾ പല മെഴുക്ക് വരട്ടികളും ഇതേ രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള കറി റെഡിയാക്കാൻ വേണ്ടി ഏത്തപ്പഴം ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരുപാട് പഴുക്കാതെ ഏത്തപ്പഴമാണ് കുറച്ച് നല്ലത്. പഴുത്തെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഏത്തപ്പഴം പുഴുങ്ങിയത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല, ഒരു 4 അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി പുഴുങ്ങിയ പഴം ആയതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള അരപ്പൊന്ന് ആദ്യം റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് തേങ്ങ ചേർക്കാം. തേങ്ങ ഇല്ലാത്തവർക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. 5-6 ചെറിയുള്ളി ചേർക്കാം. ഒരു 3 വെളുത്തുള്ളി ചേർക്കാം. ഒരു വലിയ പച്ചമുളകൊന്ന് 2 കീറിയിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരണം. നന്നായി ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടണം. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. 2-3 വറ്റൽമുളക് ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പുഴുങ്ങിയ പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലും അതുപോലെ ഈ ഒരു കടുകിലൊക്കെ കിടന്നിട്ട് പഴം ഒന്ന് വാടി വരുമ്പോൾ പഴത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ പഴം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് വാടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതുപോലെ പഴം വഴറ്റിയെടുക്കേണ്ടത്. നല്ലതുപോലെ പഴുത്ത പഴമാണെങ്കിൽ ഒന്ന് ഉടയാൻ ചാൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് അരച്ച അതേ മിക്സിയിലേക്ക് നമ്മൾ തൈര് കൂടി ചേർത്ത് അരയ്ക്കാനുണ്ട്. അതുകൊണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. കാരണം നമ്മൾ പച്ച അരപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകും അതുപോലെ ഉള്ളിയെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നല്ലതുപോലെ ആ ഒരു അരപ്പിൻ്റെ പച്ചക്കുത്ത് പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. ചേർത്ത് കൊടുത്ത അരപ്പെല്ലാം നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരപ്പിൻ്റെ പച്ചക്കുത്തെല്ലാം മാറി കിട്ടിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചാൽ ആ ഒരു അരപ്പും പഴവും തമ്മിൽ നല്ലതുപോലെ മിക്സായി കിട്ടും.
ഈ ഒരു അരപ്പരച്ച അതേ മിക്സിയിലേക്ക് 1 കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈര് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്താൽ പിന്നെ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കാനോ ഒരുപാട് ചൂട് കയറ്റാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ ആ ഒരു അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ടാവണം. പച്ചമണമെല്ലാം മാറിയിട്ടുള്ള അരപ്പിലേക്കാവണം ഈ ഒരു തൈര് ചേർക്കേണ്ടത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചധികം ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകും. അപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. തിള വരുന്ന സമയത്ത് അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഇതും ആ ഒരു വെണ്ടക്ക മെഴുക്ക് വരട്ടിയും എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. മെഴുക്ക് വരട്ടിയും നല്ല രുചിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ വറുത്തതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നാടനായിട്ടുള്ള ടേസ്റ്റാണ്. അതുപോലെ ഈസിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണ്. വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്